മഴ തോരാൻ കാത്തു നിൽക്കാതെ അവർ ഇറങ്ങാൻ തുടങ്ങി. അയാളോട് യാമിനി ചോദിച്ചു, സാറിന്ന് കുടയെടുത്തില്ലേ? ഇല്ലെങ്കിൽ ഇതാ എൻ്റെ കുട എടുത്തോളൂ. നോ താങ്ക്സ്, മഴ ഇപ്പം തോരും. എന്നാ ഞങ്ങൾ നടന്നോട്ടെ സർ. അവർ നടന്നു തുടങ്ങി. യാമിനി ഒന്നും മിണ്ടിയില്ല. അവളിൽ സങ്കടം തിരതല്ലി. ദേവദാരു പൂത്തപ്പോൾ. രചനാ സംവിധാനം റസിയ മുട്ടിൽ. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഇന്ന് ഞാനൊരു കളക്ടറാണ്. അച്ഛൻ്റെ ആത്മാവ് ഇപ്പം ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഉള്ളിൽ പ്രാർത്ഥനകൾ നിറഞ്ഞു. എണ്ണിയാൽ തീരാത്ത ഉത്തരവാദിത്വങ്ങൾ പേറുന്ന അനുരാഗ് IAS ഇന്ന് സ്വന്തം നാടിൻ്റെ അഭിമാനമാണ്. പല ജില്ലകളിലും സബ് കളക്ടറായി. അവസാനം സ്വന്തം നാട്ടിൽ കളക്ടർ തന്നെ. അച്ഛൻ്റെ അഭിമാന ഗോപുരത്തിനും നാടിൻ്റെ നന്മയ്ക്കും മഹനീയ സേവനങ്ങൾക്കുമുള്ള അടിത്തറയ്ക്കുമേൽ അയാൾ നെടുംതൂണുകൾ പണിതു. എല്ലാ വാർഡുകളിലും പഞ്ചായത്തുകളിലും കണ്ണും മെയ്യും പാഞ്ഞെത്തി. കുടിനീരെത്തിക്കാൻ, ആശുപത്രികൾ പണിയാൻ, പാലങ്ങൾ പണിയാൻ, സ്കൂളുകൾ നവീകരിക്കാൻ, തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ, കോളനികളുടെ നവീകരണം, പുനരുദ്ധാരണം, ക്ലബ്ബുകൾ, ഗ്രന്ഥശാലകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൊഴിലാളികൾക്ക് താങ്ങും തണലുമായി, കൃഷിക്കാരുടെ കരുത്തായി നാടിനൊപ്പം നീങ്ങുന്നു. അങ്ങനെ പോകുന്നു അനുരാഗ് എന്ന ജില്ലാ കളക്ടറുടെ സേവനമുദ്രകൾ. അപവാദങ്ങൾക്കിടം കൊടുക്കാതെ നാടിനെ സേവിക്കാൻ അയാൾ രാപ്പകലുകൾക്കൊപ്പം കിതച്ചോടി. ജനങ്ങളുടെ മഹനീയ പിന്തുണ അയാളെ കൂടുതൽ കർമ്മപഥങ്ങളിലേക്ക് നയിച്ചു. ചിന്തകൾ മനസ്സിനെ വീർപ്പുമുട്ടിച്ചു. ഓർമ്മകളെ ഉണർത്തുന്ന മട്ടിൽ ആളനക്കം കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കി. ആ പെരുമഴയത്ത് യാമിനിയും നന്ദിനിയും. നിർവികാരതയോടെ അയാൾ ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയല്ലേ? എന്താ ഇത്ര വൈകിയേ? യാമിനി പറഞ്ഞു, അത് സാർ. അവൾ വാക്കുകൾ പരതി. ഉടൻ നന്ദിനി പറഞ്ഞു, സാർ, ഞങ്ങൾ ടൗൺ വരെ പോയതായിരുന്നു. യാമിനി അയാളെ തന്നെ നോക്കി നിന്നു. യാമിനി ആശിച്ചു, ഈ സായാഹ്നം ഒരിക്കലും മായാതിരുന്നെങ്കിൽ. മഴയുടെ ശക്തി കൂടി വന്നു. മൂവരും ഒന്നും മിണ്ടാതെ മഴയെ നോക്കി നിന്നു. മഴ തോരാൻ കാത്തു നിൽക്കാതെ അവർ ഇറങ്ങാൻ തുടങ്ങി. അയാളോട് യാമിനി ചോദിച്ചു, സാറിന്ന് കുടയെടുത്തില്ലേ? ഇല്ലെങ്കിൽ ഇതാ എൻ്റെ കുട എടുത്തോളൂ. അനുരാഗത്തോടെയുള്ള അവളുടെ നോട്ടം അയാളെ അതിശയിപ്പിച്ചു. അയാൾ പറഞ്ഞു, നോ താങ്ക്സ്, മഴ ഇപ്പം തോരും. എന്നാ ഞങ്ങൾ നടന്നോട്ടെ സർ. അവർ നടന്നു തുടങ്ങി. യാമിനി ഒന്നും മിണ്ടിയില്ല. അവളിൽ സങ്കടം തിരതല്ലി. നന്ദിനി ചോദിച്ചു, അല്ല, എന്തു പറ്റി? സാറിനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചിട്ടാ ഇതുവഴി വന്നത്. എന്നിട്ടിപ്പോ? യാമിനി പറഞ്ഞു, അത് എനിക്ക് സങ്കടം വരാടി. എനിക്ക് സാറിനെ കാണാതിരിക്കാൻ വയ്യ. പക്ഷേ സാറിനത് മനസ്സിലാവുന്നില്ലല്ലോ. എന്നാലും ഒന്ന് കണ്ടു, ചിരിച്ചു, അതെങ്കിലും. യാമിനിയുടെ ഇടറുന്ന വാക്കുകൾ കേട്ട് നന്ദിനി പറഞ്ഞു, യാമിനി, അർഹതപ്പെട്ടതേ ആഗ്രഹിക്കാവുള്ളൂ. ഈ സ്നേഹം എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ. എന്തിനാ ഈ വൺവേ പ്രണയം? പരിഭവമട്ടിൽ യാമിനി പറഞ്ഞു, ഇപ്പോ എനിക്കതാണിഷ്ടം. അല്ലാതിപ്പോ എന്താ ചെയ്യാ? ഈ ലോകത്തിലെ ആരെയും നമുക്ക് പ്രണയിക്കാം. അതിന് അവരുടെ സമ്മതം എന്തിന്? ഇഷ്ടങ്ങൾ തുളുമ്പുന്ന അവളുടെ മനസ്സിലേക്ക് ഒന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാനാവില്ലെന്ന് മനസ്സിലാക്കി പിന്നീടൊന്നും നന്ദിനി പറഞ്ഞില്ല. വയലോരം പിന്നിടുന്നതിന് മുമ്പ് യാമിനി അയാളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവളുടെ തിരിഞ്ഞുനോട്ടം അയാളിൽ സംശയക്കനൽ വീഴ്ത്തി. ആ കുട്ടിക്ക് എന്താ പോലും എന്നോട് ഇത്ര ഇഷ്ടം? ഒന്നും മനസ്സിലാവാതെ അയാൾ അവരെ തന്നെ നോക്കി നിന്നു. ഓർമ്മകൾ വീണ്ടും വഴിമാറി ഒഴുകി. ആരതി എന്ന വൈരക്കല്ല്, അവളാണ് എൻ്റെ മനസ്സിലെ പ്രതിഷ്ഠ. അതുകൊണ്ടായിരിക്കാം എനിക്ക് മറ്റാരോടും പ്രണയം തോന്നാത്തത്. ക്യാബിനുള്ളിലേക്ക് യാമിനി കയറി വരുമ്പോൾ നല്ല സുഗന്ധമാണ്. സുഗന്ധം ചൂടിയ നാടൻ പെണ്ണ്. ചിലപ്പോൾ പുഞ്ചിരിച്ചും മറ്റു ചിലപ്പോൾ മുഖം വീർപ്പിച്ചും ഇറങ്ങിപ്പോകുന്ന യാമിനിയെ ഓർക്കവേ വീണ്ടും ആരതി മനസ്സിൽ ചേക്കേറി. എൻ്റെ ആരതിക്ക് അറിയില്ലല്ലോ ഞാൻ ഇന്നൊരു കളക്ടറാന്നുള്ള കാര്യം. നിയമ നടപടികൾ പാലിച്ചുകൊണ്ടും മദ്യവും മയക്കുമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളും നിർത്തലാക്കിക്കൊണ്ടും നാടിനോടുള്ള തന്റെ ഉത്തരവാദിത്തം അയാൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. കൊള്ളരുതായ്മകളിൽ നിന്നും നാടിനെ സംരക്ഷിക്കുമ്പോൾ അയാൾക്ക് തികഞ്ഞ സംതൃപ്തി തോന്നി. ദേശത്തോടുള്ള കടപ്പാടിന് ജന്മത്തിന്റെ ആഴം. വീണ്ടും മനസ്സ് ആരതിയെ തിരഞ്ഞു. മനസ്സ് എവിടെ ഓടി ഒളിച്ചാലും അവസാനം ചെന്നെത്തുക ആരതിയിലാണ്. അവളെ ഒന്ന് കാണാൻ എന്താണ് ഒരു വഴി? അവളുടെ അഡ്രസ്സ് ഞങ്ങൾ പഠിച്ച സ്കൂളിലുണ്ടാവും. ഒന്ന് അവിടം വരെ പോയി നോക്കണം. മനസ്സ് തെല്ലൊന്ന് കുളിർത്തു. ചാറ്റൽ മഴയിൽ അയാൾ ഇറങ്ങി നടന്നു. ധൃതിയിൽ ബസ് കയറി വീട്ടിലെത്തി. എന്താ അനുക്കുട്ട വൈകിയത്?
വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൂടായിരുന്നില്ലേ നിനക്ക്? എൻ്റെ അമ്മേ, നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ആ, അതിന് നിനക്ക് എപ്പോഴും നടക്കുന്നതല്ലേ ഇഷ്ടം. ഇന്നാ തോർത്ത് മോൻ ആ തലയൊക്കെ ഒന്ന് തുടയ്ക്ക്, പനി വരും. പാവം എൻ്റെ അമ്മ, വയ്യാത്ത സമയത്തും എല്ലാ പണിയും എടുക്കണം. അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന് അയാൾ തീരുമാനിച്ചു. താഴിട്ട് പൂട്ടിയ മനക്കോട്ട ഭേദിക്കാൻ അയാൾ ഉറച്ചു. തീരുമാനം അമ്മയോട് അറിയിക്കും മുൻപേ അമ്മ പറഞ്ഞു, മോനെ അനു, നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. നല്ല തറവാട്ടുകാരാണെന്നാ പറയുന്നത്. നമുക്കതങ്ങ് ആലോചിച്ചാലോ അനുകുട്ടാ? കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അനുരാഗ് ചന്തുലാൽ, യാമിനി കൊച്ചിറാണി തോമസ്, നന്ദിനി ട്രേസി പോൾ, സലീം ക നൌഫൽ വാളാട്, അച്ഛൻ മുഹമ്മദ് ഷാഫി പുൽപ്പള്ളി, അമ്മ എം എൻ ആനന്ദവല്ലി, ആരതി ടാനിയ ലൂയിസ്.